നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം വിഷയത്തിൽ സ്പീക്കർക്കും പാർലമെന്ററി കാര്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്ത് നൽകി. ബജറ്റ് ഫെബ്രുവരി 2-ന് അവതരിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി നിർഭൻ ചേരുകയാണ്. നിർഭൻ, എന്താണിപ്പോൾ ഈ നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിക്കണം എന്ന ആവശ്യത്തിലേക്ക് പ്രതിപക്ഷം എത്താൻ കാരണം? മനു, നിയമസഭാ സമ്മേളനത്തിന്റെ തീയതികൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള തീയതികളിൽ പുനഃക്രമീകരണം നടത്തണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച കത്ത് പ്രതിപക്ഷത്തിന്റെ കത്ത് സ്പീക്കർക്ക് നൽകി. ഒപ്പം തന്നെ പാർലമെന്ററി കാര്യ മന്ത്രിക്കും പ്രതിപക്ഷത്തിന്റെ കത്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ ഫെബ്രുവരി 9 മുതൽ 25 വരെ അവർക്ക് ഈ പറഞ്ഞ സമരാഗ്നി എന്ന KPCC സംഘടിപ്പിക്കുന്ന ജാഥയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ആ ജാഥയിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ പോകേണ്ടതുള്ളത് കൊണ്ട് ഈ അവസരങ്ങളിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ബഡ്ജറ്റിന്റെ തീയതി, നിലവിൽ ബഡ്ജറ്റ് ഫെബ്രുവരി 5-നാണ്. നിയമസഭാ സമ്മേളനം ജനുവരി 25-ന് ആരംഭിച്ച് ഫെബ്രുവരി 26 വരെയുള്ള മേലുള്ള ചർച്ച വരുന്ന തരത്തിലാണ് ഈ പറഞ്ഞ ഈ നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിയമസഭാ സമ്മേളനം പൂർണ്ണമായി മാറ്റിവെക്കണമെന്നല്ല, ഈ ബഡ്ജറ്റ് ചർച്ച ഈ പങ്കെടുക്കാൻ ഈ നിലവിൽ തീരുമാനിച്ച സമയത്ത് പ്രതിപക്ഷത്തിലെ അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബഡ്ജറ്റ് നേരത്തെയാക്കണം എന്നതാണ്, പുനഃക്രമീകരിക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് BSc കമ്മിറ്റി ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ കഴിയുക നിയമസഭാ സമ്മേളനം ചേരുന്ന ഘട്ടത്തിൽ ആദ്യ ദിവസം തന്നെ BSc യോഗം ചേർന്നുകൊണ്ട് ഷെഡ്യൂൾ സ്പീക്കറും പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന BSc കമ്മിറ്റിയിൽ ഈ നിർദ്ദേശം പരിഗണിക്കാം. ആ പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ഈ എന്തെങ്കിലും തരത്തിലുള്ള ഷെഡ്യൂൾ ഈ പുനഃക്രമീകരണം നടത്തുന്നതെങ്കിൽ തീരുമാനമെടുക്കുക. ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമസഭാ സമ്മേളനത്തിൽ മാറ്റം വരുത്തണം. അത് ഫെബ്രുവരി 9 മുതൽ 25 വരെ അവർക്ക് സമരാഗ്നി എന്ന ജാഥയിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട MLA-മാർക്കും പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ സമ്മേളനത്തിന്റെ തീയതികളിൽ പുനഃക്രമീകരണം നടത്തണമെന്നതാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജനുവരി 25-ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിച്ച് മാർച്ച് 27 വരെ നീളുന്ന തരത്തിലായിരുന്നു നിയമസഭാ സമ്മേളനത്തിന്റെ തീയതി തീരുമാനിച്ചിരുന്നത്. അതിൽ ഈ പറയുന്ന 5-ാം തീയതിയാണ് ബഡ്ജറ്റ് വരിക. ഈ 5-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ അതിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ദിവസങ്ങളിൽ തീയതി ഈ 9 മുതൽ 25 വരെയുള്ള തീയതികൾ പ്രതിപക്ഷ അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന സാങ്കേതിക കാര്യമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പാർലമെന്ററി കാര്യ മന്ത്രിക്കും ഒപ്പം തന്നെ സ്പീക്കർക്കും പ്രതിപക്ഷം കത്ത് നൽകിയിട്ടുണ്ട്. മനു, നിർഭൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ സമ്മേളന തീയതികളിൽ ചില മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരിക്കുകയാണ്. വിവരങ്ങളാണ് നിർഭൻ നൽകിയത്.